നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ജ്യോത്സ്യൻ തടിയൂർ കലേഷ് കുമാർ. പുതുവർഷം ആഗതമായിരിക്കുകയാണ്. പുതുവർഷത്തിലേക്ക് 27 നക്ഷത്രത്തിൻ്റെയും ഫലങ്ങളും ഈ വർഷങ്ങൾ ഉണ്ടാകുന്ന അനിഷ്ട ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കറിയണ്ടേ. അതിനുവേണ്ടി ഈ വർഷത്തെ ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന, ഞങ്ങൾ തന്നെ ഗണിച്ച് ചെയ്തിരിക്കുന്നതായിട്ടുള്ള 27 നക്ഷത്രങ്ങളുടെയും രാശികളുടെയും ഫലങ്ങൾ കൃത്യവും സൂക്ഷ്മമായും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയാമെങ്കിൽ തന്നെയും വീണ്ടും ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ ഈ വർഷത്തെ ഫലവുമായി ഞാൻ വരുന്നു. അത് നിങ്ങൾ കാണണം, കണ്ട് അനുഗ്രഹിക്കണം. ഫലങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ, ഒരു മനുഷ്യന് ഭേദപ്പെട്ട രീതിയിലുള്ള ഈ ഒരു വർഷം വരുന്ന ദുരിതങ്ങളെക്കുറിച്ചും അതിലുണ്ടാകുന്ന കാര്യകാരണങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടും ആ കാര്യകാരണങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തിരസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൂറുകളുടെ ഫലങ്ങൾ, അതിലെ അന്തർലീനമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഫലങ്ങൾ, ആ ഗ്രഹ ഗോചര സംബന്ധമായിട്ടുള്ള ഫലങ്ങൾ, ഗോചാരമല്ല ഗോചരമാണ്. അപ്പം അങ്ങനെയുള്ള ഫലങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ തനത് ഭാരതീയ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗണിച്ചിറക്കിയ ഫലങ്ങളാണ് നമ്മൾ പറയുന്ന സംസാരങ്ങളിലും അല്ലെ പറയുന്ന ഐഡിയകളിലും വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെയും ഭാരതീയ ജ്യോതിഷം ഒന്നേ ഉള്ളൂ. അതാണ് ഈ കേരളത്തിലെ ഒട്ടനവധി അല്ലെ ഭാരതത്തിൻ്റെ സംസ്കൃതിയായിരിക്കുന്ന വേദത്തിൻ്റെ കണ്ണായ ജ്യോതിഷത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും നിങ്ങൾക്ക് നന്മയോ ഐശ്വര്യമാണ്, നന്മ മാർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഓരോ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് അറിഞ്ഞ് നിങ്ങളതിന് നിങ്ങളുടെ തക്കതായിട്ടുള്ള, നിങ്ങൾ തൊക്കിലൊതുക്കുന്ന രീതിയിലുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ ആയുർകാലം വരെ, ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് നന്മയും ഐശ്വര്യമൊക്കെ ഉണ്ടാകാനാണ് ഒരു ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടിയാണ്. ആ വഴികാട്ടി എല്ലാത്തിനും ഇപ്പോൾ ജ്യോതിഷം പരിഹാരം ആകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റത്തില്ല. എന്നെക്കാളിലും പണ്ഡിത ശ്രേഷ്ഠന്മാരും പരിചയസമ്പന്നരും ഒക്കെയായ ജ്യോതിഷ പണ്ഡിതർ ഇന്ന് കേരളത്തിൽ നന്മകൾ വിതറിക്കൊണ്ട് ജനങ്ങളുടെ അവരുടെ അവരുടെ ജീവിതമാർഗമെന്നല്ലാത്ത രീതിയിൽ തന്നെ നന്മകളും കൂടെ ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രഹസനങ്ങളോ അല്ലെ വീമ്പ് പറച്ചിലുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ സംക്ഷിപ്തമായിട്ട് ആഴത്തിലിറങ്ങിച്ചെന്ന് ഗ്രഹങ്ങളെ ഗണിച്ചെടുത്ത് ആ പഞ്ചാംഗ ഗണിത സഹിതം നമ്മൾ വിശദീകരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നതാണ്. അതിന് നിങ്ങളെല്ലാം നന്മയായി എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഈ 2026 നന്മയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനിയും വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ സസൂക്ഷ്മം ഗ്രഹിച്ച് അതിന് തത്തുല്യമായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈശ്വരൻ പറയുന്ന പോലെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ അതികഠിനമായിട്ടുള്ള ദുരിതങ്ങൾക്കൊക്കെ ഒരു ചിട്ടവട്ടത്തോടു കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാഠിന്യത്തെ കുറച്ച് തരാനായിട്ട് ഏതൊരു നന്മയുള്ള ജ്യോതിഷർക്കും പറ്റും. നന്മയുള്ള ജ്യോതിഷികളുടെ എടുക്കൽ വേണം നിങ്ങൾ ഫലം ചിന്തിച്ചു പോവാൻ. അത് സശ്രദ്ധം
നിങ്ങൾ സൂക്ഷ്മതയോട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു ജ്യോതിഷ വഴിയെ പോകുന്നതായിരിക്കും അത്യുത്തമം. മറ്റ് തട്ടിപ്പുകൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് 10,000-കണക്കിന് ജ്യോതിഷികളാണ് ഇന്ന് ഉടലെടുത്തിരിക്കുന്നത്. അതൊക്കെ ശാസ്ത്രമോ ഒന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലർ ജ്യോതിഷത്തെ ആശ്രയിച്ച് ബോണ്ട ബിസിനസ്സും ഹോട്ടലുകളും തുടങ്ങാനും കമ്മീഷൻ ചോദിക്കുകയും ഫ്രീ കൺസൾട്ടിങ് ആണെന്നും അല്ലെ കൺസൾട്ടേഷൻ ഇത്ര രൂപയാണെന്നും അതവരുടെ അപകർഷതാബോധമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നന്മയുള്ള ദക്ഷിണകളൊക്കെ ഒരു ആചാര്യന് അല്ലെങ്കിൽ ഒരു ജ്യോതിഷന് ഒരു ദൈവജ്ഞന് കൊടുക്കാറ് പതിവാണ്. അത് അർഹിക്കുന്നില്ലാത്തവരാണ് കൺസൾട്ടേറ്റീവ് ഫീയെ എനിക്ക് 1,200 മുമ്പിൽ കാണാൻ 3,500 വെക്കുക. അതൊക്കെ നിങ്ങൾ തനത് ശൈലിയിൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണം. കാരണം തട്ടിപ്പിൻ്റെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞായിരിക്കും അവർ വരിക. ചെറിയ ചെറിയ ചരട് കൊടുത്ത് നിങ്ങളെ വലിയ വലിയ കാര്യങ്ങളിലേക്കാക്കുക. ആവാഹനമാകുന്നതാണെന്നും പറഞ്ഞിട്ട് എല്ലാ വിഷയങ്ങൾക്കും ആവാഹനമാണോ സുഹൃത്തുക്കളെ? എല്ലാ രോഗങ്ങൾക്കും ഒരു മരുന്ന് കൊടുത്താൽ മതി. നിങ്ങളുടെ ഒരു ചെറിയ വിഷയമാണെങ്കിൽ അത് മാറിക്കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പരിഹാരമല്ലേ ഒരു ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു തരാൻ പറ്റുക. അത് നിങ്ങളുടെ നന്മയ്ക്കായിരിക്കും പറഞ്ഞു തരിക. പിന്നെ നിങ്ങളുടെ പ്രവൃത്തി, പിന്നെ നിങ്ങളുടെ ഈശ്വരാധീനം. 24 മണിക്കൂർ നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരു പുരുഷ സൂക്തമോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സൂക്തമോ ജപിച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. ചെയ്യേണ്ട കർമ്മങ്ങൾ അവരവർ തന്നെ ചെയ്യുകയും പറഞ്ഞു കൊടുക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു വഴികാട്ടി, ഒരു ഗൈഡ് മാത്രമാണ് ഒരു ജ്യോതിഷി എന്ന് പറഞ്ഞാൽ. അല്ലാതെ മലമറിക്കാനോ അന്തരീക്ഷത്തിൽ നിന്ന് എന്നെ സംബന്ധിച്ചെനിക്ക് പറ്റില്ല. കാരണം 10-30 വർഷത്തോളമായിട്ട് പാരമ്പര്യ വ്യവസ്ഥ അനുസരിച്ച് വന്ന ഒരു ജ്യോതിഷി കൂടിയാണ് ഞാൻ. അതാണല്ലോ പലർക്കും ബുദ്ധിമുട്ടുകൾ. കാരണം പാരമ്പര്യഗതിയെ പോകുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു 5% കൂടുതൽ ഇന്ന് കേരളത്തില്ല. അവരെ ആരും ഒരു സംവരണത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ ഒരു അഡ്മിഷന് പോലും ഒരു സംവരണമില്ലാത്ത സമുദായക്കാരൻ. ഒരു രീതിയിലും ഒരു കോളേജിലാട്ടെ ഒരു എല്ലാ OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും മറ്റുള്ള SNDP സമുദായക്കാർക്കും മറ്റുള്ള അതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഇത്ര പെർസെൻറ്റേജെങ്കിലും ഒക്കെ ഓരോ കോളേജുകളും സ്കൂളുകളും ഒക്കെയാണ്. ഇത് പ്രാതിനിധ്യം കൊടുത്ത പഴയ കാലങ്ങളിൽ വിദ്യ അറിയാം, സംസ്കൃതം അറിയാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതുപോലെ നിഷേധിക്കപ്പെട്ട ഒരു സമുദായ ശ്രേണിയാണ് ഞങ്ങളുടെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ എത്തിയെന്നാലും ഒരു സംവരണ സംബന്ധമായിട്ടുള്ള അവസ്ഥ ഇന്ന് വരെ ഞങ്ങൾക്കാർക്കും സർക്കാർ അനുവദിച്ച് തന്നിട്ടില്ല. 88-ലോ 90-ലോ എങ്ങാണ്ട് ഒരു സമരം നടത്തി. കെ കരുണാകരനായിരുന്ന മുഖ്യമന്ത്രി അന്ന് സമുദായ അംഗങ്ങൾക്കൊക്കെ ഒരു വാക്ക് കൊടുത്ത് ജ്യോതിഷികളുടെ കുലത്തൊഴിലുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ഒക്കെ അനുവാദങ്ങളും അങ്ങനെ അവരെ OBC പട്ടികയിൽ ചേർത്തു. ഇന്ന് വരെ വലിയ സ്കൂളുകളോ കോളേജുകളോ അല്ലെങ്കിൽ അവരെ എല്ലാവരും ഒരു സൗമ്യ സ്വഭാവത്തോടു കൂടി അവരവരവരുടേതായിട്ടുള്ള തൊഴിലുകൾ, ഇന്ന് തൊഴിലുകളില്ല. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന പാരമ്പര്യ വ്യവസ്ഥയിൽപ്പെടുന്ന ആൾക്കാർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഇന്ന് മറ്റുള്ള ജ്യോതിഷികൾ അവരെയാണ് കുറ്റപ്പെടുത്തുക. ഇപ്പം ഞാൻ ഇന്ന ഗോത്രത്തിൽ ജനിച്ചു എന്നുള്ളത് എനിക്കത് മാറ്റി പറയാൻ പറ്റില്ല. നിങ്ങൾ തടിയൂർ അല്ലെ തിരുവല്ലം തിരക്കിയാൽ കലേഷ് കുമാർ ഇന്ന ആളാണെന്ന് അല്ലെങ്കിൽ ഇന്ന ആളുടെ കൊച്ചുമകനാണെന്നേ അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനാണെന്നേ പറയൂ. മനസ്സിലായില്ലേ? അതെനിക്ക് മാറ്റിയെടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. പിന്നെ ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ അതിനോട് കൂടുതൽ ഒരു ബന്ധാവസ്ഥയും അത് നിലനിന്ന് പോകണം എന്നുള്ളൊരവസ്ഥാന്തരം. ആ നിലനിന്ന് പോകുന്നതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം നോക്കുമോ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ കവടിപ്പലകയുടെ മുമ്പിലാണ് ഇരിക്കുക. എന്നെ സംബന്ധിച്ച് ഗ്ലാസിൻ്റെ മണ്ടയ്ക്ക് കവടി വയ്ക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും ഞങ്ങൾ ഇപ്പോഴത്തെ ആയിട്ടുള്ള ഒരു മൊബൈലിൽ ഒരു ആപ്പിൽ പോലും ഞങ്ങൾ ഗ്രഹനില എടുക്കാറില്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. കാരണം ആ ഒരു തത്തുല്യ
ഒരു അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ അടിത്തറയിട്ട് പഠിച്ച് കയറി വരുന്നവരായിരിക്കും മിക്ക പാരമ്പര്യ ജ്യോതിഷ പണ്ഡിതന്മാരും അന്യരെന്ന് പറഞ്ഞാൽ അന്യ സമുദായത്തിലുള്ള ഒരുപാട് ആൾക്കാർ. അവരാണിപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ബൃഹത്തായ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ ബ്രാഹ്മണ സമുദായങ്ങളിലും NS സമുദായങ്ങളിലും SNDP സമുദായങ്ങളിലും നാനാജാതിയിൽപ്പെട്ടവരും ഒക്കെ ഉണ്ട്. നല്ല പാണ്ഡിത്യമുള്ള നല്ല ബഹുകേവന്മാരായിട്ടുള്ള ആൾക്കാർ അടിസ്ഥാനപരമായിട്ട് പഠിച്ച് അതിനോടൊരു ഉപാസന ബലം വേണം. കാരണം അത് നമ്മുടെ കാശുണ്ടാക്കാമെന്ന് മാത്രമുള്ള അല്ല ഉദ്ദേശിക്കുക. അത് നമ്മൾ സ്വായത്തമാക്കി പിന്നീടുള്ള ഒരു തലമുറയ്ക്ക് പിന്നെ ചില ആൾക്കാർ വന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ യുഗമല്ലേ കാലത്തിനൊത്ത് മാറണമെന്ന് പറഞ്ഞാലും ഭഗവാൻ കൃഷ്ണനെ മാറ്റിയെടുക്കാൻ പറ്റും? ഇല്ലല്ലോ. ആ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ കുറേ വികസനങ്ങൾ നടത്തി എടുക്കുക അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം ഇപ്പം മാറ്റി പ്രതിഷ്ഠിച്ച് ഇപ്പം പിന്നെ മറ്റ് സംഭവങ്ങൾ അവിടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ കൂടി വരുമ്പം അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ബാഹ്യമായിട്ട് ആന്തരികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കർമ്മങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാലം വരുവാണെന്ന് എനിക്ക് തോന്നുന്നത്. കമ്പ്യൂട്ടറെ കൊണ്ട് ഇനി ഗണിക്കാനുള്ള, പക്ഷെ അതിന് സ്വബുദ്ധിയില്ലല്ലോ. ബുദ്ധി മനുഷ്യജന്മത്തിനല്ലേ ബുദ്ധിയുള്ളൂ. അവർ വേണം ഒരു ഗ്രഹനില. എന്നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന ആളിൻ്റെ മുമ്പിലിരുന്ന് തന്നെ സമയമെടുക്കും, സംശയമില്ലാത്ത കാര്യം. കവടിയിലാണ് ക്രിയ ചെയ്യുക, കവടിയിലായിരിക്കും കണക്ക് ചെയ്യുക, പേപ്പറിലായിരിക്കും എഴുതി കൂട്ടുക. അങ്ങനെയൊക്കെയുള്ള പഴയ രീതിയിലുള്ള എത്ര വലിയ ഉന്നത ശ്രേണിയിലെത്തിയെന്ന് പറഞ്ഞാലും പഴയ രീതിയിൽ തന്നെയാണ് ചെയ്തു പോകുന്നതും. അത് പ്ലാൻ പലകയിൽ അതിൻ്റെ അർത്ഥത്തിലുള്ള രീതിയിൽ കവടിപ്പലക അളവനുസരിച്ച് വാസ്തുപ്രകാരം എടുത്ത് അതിൻ്റെ മുകളിൽ ആ കവടി വെച്ച് പിന്നെ ജലം കൊണ്ടും അതൊക്കെ ആയിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതിനെ പരിപോഷപ്പെടുത്തി ഗുരുക്കന്മാരെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് വരുന്ന ആളിൻ്റെ തൃപ്തിപ്രകാരം ഐശ്വര്യമായിട്ടൊരു കവടി എടുത്ത് നമ്മൾ ഫലം പറയുമ്പോൾ നമ്മളിലും ഒരു ഈശ്വര ചൈതന്യം ഉണ്ടാവും. നമ്മൾ വിളിക്കുന്ന പരദേവതയും നമ്മുടെ ഗോത്രത്തിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള ആ ഉപാസനാശക്തി ബലവും നമ്മളിലുണ്ടാവും. അതുകൊണ്ടൊക്കെ നമ്മൾക്ക് ഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള യഥേഷ്ട ആൾക്കാർ യഥേഷ്ട സമുദായത്തിൽപ്പെട്ടവരാണ്. എല്ലാവരും നല്ല നല്ല ജ്യോത്സ്യന്മാരാണ്. ആരെയും ഞാൻ മോശമോ കുറ്റമോ പറയുന്നില്ല. ഉഡായിപ്പ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ഒറ്റയൊരാളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു തന്ത്രം അറിയില്ല, മന്ത്രം അറിയത്തില്ല, ഭാഷ പോലും ജോലി ഉപയോഗിക്കാൻ അറിയത്തില്ല, സമുദായം പോലും ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തട്ടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വെട്ടിൽ പോയി വീഴാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് അത് എല്ലാവരും പറയുന്ന പോലെ ഞാൻ ജോൺ ബ്രിട്ടാസുമായിട്ട് കേരളയിലെ ഒരു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് എല്ലാവരും പറഞ്ഞല്ലേ, പരസ്യമായിട്ട് നിഷേധിക്കുകയും രഹസ്യമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സാധനമാണ് ജ്യോതിഷം. അതിനൊരു എത്തിക്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് രഹസ്യങ്ങൾ എന്നോട് വന്ന് പറയാൻ എനിക്കും വരിക, അത് ഞാൻ പുറത്ത് വീഡിയോ വഴിയോ മറ്റോ ഒരാൾ വഴിയോ പിന്നെ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാം. ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചു, ഇന്ന ആൾക്ക് ഇന്നത് സംഭവിക്കുന്നു, അതെന്താണ് എന്നുള്ളതിനല്ലാതെ നമുക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അതൊക്കെയൊന്നും ഭോഷ്കാണ്. ഞാൻ ഇന്നത് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞാൻ പൂജ കഴിഞ്ഞപ്പോൾ അവൻ കോടീശ്വരനായി, അവന് ബെൻസ് കാർ അടിച്ചു, ഇപ്പം മാറ്റിത്തരാം, ഇപ്പം വട്ട് വരെ ആശുപത്രി പോകണ്ടെന്നാണ് പറയുന്നത്. കാരണം വട്ട് പൂജയിലൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പിന്നെ അറിവ് പോരാ, തിരിച്ചറിവ് വേണം. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ പിന്നെ അനുഭവമാണ് നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത്. അത് അനുഭവമാണ് ഗുരു. അത് മനസ്സിലാക്കണം. എത്ര കേരളീയർ എന്ന് പറഞ്ഞാൽ എത്ര പോയാലും ഇപ്പോൾ ഒരു ജ്യോതിഷനെ തപ്പി വന്നു, ഇപ്പോൾ എൻ്റെ അടുക്ക് മാത്രം പറയണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്നെ ഫോളോ ചെയ്ത് മാത്രമേ ജീവിക്കാമെന്ന് പറയത്തില്ല. മറ്റൊരാളെടുക്ക പോകുന്നതിനും ബുദ്ധിമുട്ടില്ല എന്നേ പറയത്തുള്ളൂ. സന്തോഷമേ താല്പര്യമുള്ളൂ, ഐശ്വര്യം ഉണ്ടാവുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു ജ്യോതിഷം എടുക്ക പോകുന്ന കാര്യം ചിലപ്പോൾ മറച്ചു വെക്കാതെ മറ്റൊരു ജ്യോതിഷിയോട് പറയും, ഇന്നടത്ത് പോയി ഇന്ന കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹവും അത് തന്നെയായിരിക്കും ചിലപ്പം കുറിച്ച് തരിക. അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിക്കട്ടെ എന്ന് നിങ്ങൾ താല്പര്യപ്പെട്ടിരുന്നാൽ അദ്ദേഹം കണ്ടുപിടിച്ച് തരും, സംശയമില്ലാത്ത കാര്യമാണ്. എത്രയോ ആൾക്കാർ ധർമ്മദൈവം കണ്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് ഗീർവാണം അടിച്ചിട്ട് ഏറ്റവും ഈ ധർമ്മദൈവം അവർക്ക് എവിടെയെങ്കിലും ഒരു ക്ഷേത്രം കാണും, ഇവിടെ വന്നോളം പറയും. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം അവിടെ വരുമാനം വർദ്ധിക്കാനാണെന്നുള്ളത്. അതുപോലെ ഒരു പൂജ കഴിച്ചാൽ, തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും പിന്നെ മേൽശാന്തിയാണെങ്കിലും ഒരു പൂജ കഴിച്ചാൽ ഒരു മാന്യതയ്ക്കത്തുള്ള രീതിയിൽ വേണം. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജകൾക്കൊക്കെ ലക്ഷങ്ങൾ തട്ടിപ്പാണ്.
ഒരു പൂജ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കുക, ഒരു പൂജക്കിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? എത്ര രൂപയ്ക്കുണ്ട് ഒരു പൂജാ സാധന സാമഗ്രി? അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അദ്ദേഹം ചെയ്യുന്ന തൊഴിലിന് മാന്യമായിട്ടുള്ള ഒരു ദക്ഷിണ അത് ഇന്നത്തെ കാലത്ത് ആരും കൊടുക്കും? ചോദിച്ചു മേടിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു വാങ്ങാറില്ല. പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ പറയും. അത് എല്ലാവരും വരുന്നവർക്ക് ഞാൻ പൂജാ സാധനം വാങ്ങിക്കൊടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ബിർള അമ്പാനിയൊന്നുമല്ല. അതുകൊണ്ട് പൂജാ സാധനങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ലക്ഷ്യത്തോടെ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുക. ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും ആ ഫലം ഉണ്ടായാൽ മതി എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും സംസാരിച്ച് നമ്മുടെ പുതുവർഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴങ്ങ് സംസാരിച്ചതേ ഉള്ളൂ. മറ്റേ കുറേ പഴയ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ജ്യോതിഷപരമായിട്ടുള്ള വിഷയങ്ങളല്ല. അത് ചില വിഷയങ്ങൾക്ക് അത് വേണ്ടി വന്നു, അതങ്ങനെ ചെയ്യേണ്ടി വന്നു. കുറേയൊക്കെ ജനങ്ങളെങ്കിലും നന്മയും തിന്മയും മനസ്സിലാക്കിയിരിക്കട്ടെ. ഇന്ന് പുതുതലമുറയൊക്കെ എന്താ പറയുക, ഒരുപാട് ശാസ്ത്രബോധമുള്ളവരും വ്യക്തിഗതമായിട്ടുള്ള ഒരു ഊർജ്ജസ്വലതയുള്ളതും ബുദ്ധിപൂർമ്മതയും ബുദ്ധിയൊക്കെ കൂടുതലുള്ള മഹത് വ്യക്തികളാണ്. പക്ഷേ ഈ ബുദ്ധിക്കുമൊക്കെ വളരെ ബുദ്ധിമുള്ളവരായിരുന്നു പഴയ ഋഷീശ്വരന്മാരുമൊക്കെ. അവരാരും ഇങ്ങനെ വിഡ്ഢിതങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ പൊങ്ങച്ചം പറഞ്ഞ് കൂവിയോ അവരാരെയും ആളിനെ വരുത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കൂടെ നിങ്ങൾ വന്നോളൂ, ഞാനിപ്പം ചെയ്തു തന്നാൽ ശരിയാകും എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? നിങ്ങൾക്കത് ബോധ്യമാണ്ടേ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന്. എന്നിട്ട് 10 പേരോട് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നാലോ? ഞാൻ പറയാം ഇന്നാരും വന്നു, ഞാനങ്ങ് ചെയ്ത് കൊടുത്തപ്പോൾ അങ്ങായി. അതൊക്കെ ഒരു എത്തിക്സ്, ജ്യോത്സ്യൻ്റെ ഒരു കടമയാണ്. ഇന്നാൾ ഈ ചെവി കൂടെ കേൾക്കുന്നു, അടുത്ത ചെവി കൂടെ വിടുന്നു, പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ സാധുവായ മനുഷ്യരാണോ ആ രീതിയിൽ നമ്മൾ അവരുമായിട്ട് സംസാരിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ കുചേലം വന്നാലും കുബേരം വന്നാലും ഒരുപോലെ ചെയ്യും, അത്രമാത്രവും. അങ്ങനെ പല ആൾക്കാരും വിളിച്ചിട്ട് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ, ഞാൻ ഫീസൊന്നും പറയാറില്ല. മാന്യമായ രീതിയിൽ തരുന്നത് വാങ്ങുമെന്നല്ലാതെ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ ജ്യോതിഷ നിഘണ്ടുവിലോ എൻ്റെ പാരമ്പര്യങ്ങളിലോ ഇല്ല. അതുകൊണ്ട് ജീവിതവും ഇങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത രോഗങ്ങളും ദുരിതങ്ങളും ഒന്നും ഇല്ലാതെ ഒരു സാമാന്യ ഈശ്വരാധീനത്തോടു കൂടി ഒരു പാവം സാധുവായ മനുഷ്യൻ ജീവിച്ചു പോകുന്നു എന്ന് മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. വീണ്ടും നമുക്ക് കാണാം. ഓരോ വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.